ഒരു സിനിമ റീൽ കറങ്ങുന്നത് പോലെയാണ്. തുടക്കത്തിൽ മങ്ങിയും പയ്യെ തെളിഞ്ഞും ഓരോ ഫ്രെയിമിലും ഓരോ കഥ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു കഥ മലയാള സിനിമ ചരിത്രത്തിലുണ്ട്. ആ കഥയുടെ നായകനാണ് മമ്മൂട്ടി. മുഹമ്മദ് കുട്ടി എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, നിയമം പഠിക്കാൻ ആഗ്രഹിച്ച ഒരാൾ. പക്ഷെ അദ്ദേഹത്തിന് മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു. ഒരു കൊച്ചു വേഷത്തിലെങ്കിലും ക്യാമറയുടെ മുന്നിൽ എത്തണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാട് തിരസ്കാരങ്ങൾ, നീണ്ട കാത്തിരിപ്പുകൾ. ആ യാത്ര എളുപ്പമായിരുന്നില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ചെറിയ വേഷത്തിൽ തുടങ്ങി. പിന്നീട് സിനിമയുടെ ഓരോ ചുവടുകളിലും തൻ്റെതായ ഒരിടം കണ്ടെത്തി. അഹിംസയിലെ വാസു, യവനികയിലെ ജേക്കബ് ഈരാളി, ഓരോ കഥാപാത്രവും ഓരോ പാഠപുസ്തകമായി മാറി. യാത്രയിലെ ഉണ്ണികൃഷ്ണൻ, മതിലുകളിലെ ബഷീർ, അങ്ങനെ ഓരോ കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അഭിനയത്തിന്റെ ഓരോ സൂക്ഷ്മഭാവവും അദ്ദേഹം പഠിച്ചെടുത്തു. കണ്ണുകൾ സംസാരിച്ചു, ശരീരഭാഷ കൊണ്ട് കഥ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ അഭിനയത്തിന് അംഗീകാരവും നൽകി. ദേശീയ അവാർഡുകൾ, നിരവധി സംസ്ഥാന അവാർഡുകൾ, പത്മശ്രീ, അങ്ങനെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മലയാളത്തിന്റെ ഒരു തലമുറയെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് സ്വാധീനിച്ചു. 80കളിലെ ആക്ഷൻ ഹീറോ, 90കളിലെ കുടുംബ നായകൻ, 2000ത്തിലെ നായകൻ, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം സ്വയം പുതുക്കി. ചന്തുവിന്റെ വീര്യവും, ഭാസ്കര പട്ടേലരുടെ ക്രൂരതയും, പൊന്തൻ മാടയുടെ നിസ്സഹായതയും, കാഴ്ചയിലെ മാധവിന്റെ സ്നേഹവും, ഓരോ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കാലം മാറിയപ്പോൾ കഥാപാത്രങ്ങളും മാറി. പ്രായം ഒരു തടസ്സമായിരുന്നില്ല. പേരൻപിലെ അമുദവനും, നൽപകൽ നേരത്തെ മയക്കമെന്ന സിനിമയിലെ ജെയിംസും, ഓരോ കഥാപാത്രവും അദ്ദേഹത്തിലെ നായകന്റെ പുതിയ സാധ്യതകൾ തുറന്നു കാട്ടി. ബ്രഹ്മയുഗത്തിലെ പോറ്റി, കാതൽ ദി കോറിയിലെ മാത്യു, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മമ്മൂക്കയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ പുതിയ സംവിധായകരെയും സിനിമകളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കണ്ണൂർ സ്ക്വാഡ്, റൊഷാക്, കാതൽ എന്നീ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. അഭിനയ ജീവിതം 50 വർഷം പിന്നിടുമ്പോൾ മമ്മൂക്കയുടെ കഥ വെറുമൊരു നടന്റെ കഥയല്ല. അത് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സ്വയം നവീകരണത്തിന്റെയും ഒരു പാഠപുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ചിറങ്ങിയ എറണാകുളം മഹാരാജാസ് കോളേജ് അദ്ദേഹത്തിന്റെ ജീവിതം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. അതെ, ബിരുദം നേടിയ അതേ കലാലയം അദ്ദേഹത്തിന്റെ ജീവിതം പാഠമായി പഠിപ്പിക്കുന്നു. സിനിമയും ജീവിതവും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളഞ്ഞ കലാകാരൻ. പുതിയ തലമുറയ്ക്ക് മമ്മൂട്ടി എന്ന പേര് വെറുമൊരു നടനല്ല, അത് കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ്.